ഹലോ ഫ്രണ്ട്സ്, കറിച്ചിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ചെയ്യാൻ പോണത്. നല്ല സ്പെഷ്യലായിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണേ, അതിൻ്റെ റെസിപ്പിയൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇത്, ചപ്പാത്തി ദോശയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യണം രണ്ട് സൈഡിലും. ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ മുട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു തവ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഇടുന്നു. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റോളം ഇത് നമുക്ക് ഇതിനകത്ത് വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ വരഞ്ഞതിനകത്തൊക്കെ നന്നായിട്ട് മസാല ഇറങ്ങണം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു തവ എടുക്കുന്ന നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി, ഒരു ചെറിയ 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ മല്ലി ഇലയും പിന്നെ പുതിന ഇലയും കൂടെയാണ്. നമ്മൾ കുറച്ച് കശുവണ്ടി അതും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിപ്പം റോസ്റ്റ് ഇത് ഇത്രയും ആയാൽ മതി. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിന് ജാറിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മളൊരു കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ജീരകം, അതിനെ നമുക്ക് അരച്ച് മാറ്റി വെക്കാം. പിന്നെ ഒരു തവയിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. അതിലേക്ക് കുറച്ച് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ബ്ലോക്കായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം എല്ലാം കൂടെ.
ഇനി നമുക്ക് കുറച്ച് മസാല വേണം. മല്ലിപ്പൊടി, പിന്നെ കസൂരി മേത്തി, ചാറ്റ് മസാല, ചില്ലി പൗഡർ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ്, ഉലുവയിലയാണ് കസൂരി മേത്തി. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം നമുക്ക്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാല നമ്മൾ കടഞ്ഞെടുത്ത് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് തൈരൊന്ന് ഉടച്ചെടുത്തതാണ്, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന പോലെ. ഗ്രേവി നല്ല തിക്കായെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുമ്പം ശരിയാവും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് കുറച്ച് മിൽക്ക് ക്രീം ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പായി. ഇതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇത് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.